ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡെഫിനറ്റ്ലി നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഒരുപാട് കൂടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ കട്ട് ഓഫ് താഴ്ന്നു തന്നെ വരും. CGL 2025 എക്സാമിനേഷൻ ഈ വരുന്ന ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ CGL പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് CGL എക്സാമിൻ്റെ സേഫ് സ്കോർ എന്താണ് എന്ന് അറിയുക. എങ്കിൽ മാത്രമാണ് നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. സോ സേഫ് സ്കോർ അറിയണമെങ്കിൽ നമ്മൾ ഏറ്റവും നന്നായി അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതിന് മുൻപ് നടന്നിരിക്കുന്ന SSC Cgl എക്സാംസിൻ്റെ കട്ട് ഓഫ് മാർക്സ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ CGL എക്സാംസിൻ്റെ Tier 1 എക്സാമിൻ്റെ കട്ട് ഓഫ് ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ വരുന്ന 2025 CGL എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ള ഒരു ചെറിയ പ്രഡിക്ഷൻ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് SSC Cgl എക്സാമിൻ്റെ 2025 Tier 1 എക്സാം പാറ്റേൺ അനുസരിച്ചിട്ടുള്ള കട്ട് ഓഫ് ആണ്. സോ ആദ്യം തന്നെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് CGL എക്സാമിൽ വരുന്നത് നോക്കാം. CGL എക്സാമിൽ പ്രധാനമായിട്ടും 4 സെക്ഷൻസ് ആണ് വരുന്നത്. മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഈ 4 സെക്ഷൻസിനും തുല്യ വെയിറ്റേജ് ആണ് വരുന്നത്. ഒരു സെക്ഷനിൽ നിന്നും 25 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം. സോ ടോട്ടൽ ഒരു സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ 50 മാർക്കായിരിക്കും ലഭിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 100 ചോദ്യങ്ങൾക്ക് 200 മാർക്ക്. ഇതാണ് നമ്മുടെ CGL എക്സാമിനേഷൻ്റെ സ്കീം എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. 1/2 മാർക്കാണ് ഒരു ചോദ്യത്തിന് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. ഈ 200 മാർക്കിൻ്റെ എക്സാം നിങ്ങൾ എഴുതുന്നത് ഏകദേശം 1 മണിക്കൂർ സമയം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ സ്കീം എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2024 കട്ട് ഓഫ് ആണ്. സോ Tier 1 കട്ട് ഓഫിൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസ് വന്നതിന് ശേഷം ഒരു അപ്ഡേറ്റ് കൂടി ഏകദേശം ജനുവരി 17, 2025 വന്നിട്ടുണ്ടായിരുന്നു. സോ അത് പ്രകാരം കട്ട് ഓഫ് കുറച്ച് താത്തുകയും ഏകദേശം 609 കാൻഡിഡേറ്റ്സിനും കൂടെ കൂടുതലായിട്ട് ഈ Tier 2 എലിജിബിൾ ആവാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടേബിളാണ്. അതായത് SSC Cgl ഒരു 35ഓളം പോസ്റ്റുകളാണ് സാധാരണ വരിക. അതിൽ Tier 2 എക്സാമിൽ JSO അതായത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന പോസ്റ്റിനും പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന പോസ്റ്റിനും ഒഴികെ ബാക്കി എല്ലാ പോസ്റ്റിനും കോമൺ ആയിട്ടുള്ള പേപ്പേഴ്സാണ് ഉണ്ടാവുക. എന്നാൽ ഈ 2 പോസ്റ്റുകൾക്കും Tier 2 പോകുന്ന സമയത്ത് അഡീഷണൽ പേപ്പേഴ്സ് വരുന്നുണ്ട്. അപ്പം നോർമലി നമ്മുടെ കട്ട് ഓഫ് വരുന്ന സമയത്ത് സെപ്പറേറ്റ് ലിസ്റ്റുകളായിട്ടാണ് വരിക. എന്ന് വെച്ചാൽ JSOൻ്റെ കട്ട് ഓഫിൻ്റെ മാർക്കും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 കട്ട് ഓഫിൻ്റെ മാർക്കും ബാക്കി പോസ്റ്റുകളിൽ നിന്നും ഡിഫറൻ്റ് ആണ്. ഡിഫറൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഹയർ ആണ്. അതാണ് നിങ്ങൾക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റുന്നത്. സോ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് JSOൻ്റെ കട്ട് ഓഫ് ഔട്ട് ഓഫ് 200 167 ആയിരുന്നു കഴിഞ്ഞ വർഷം Tier 1 എക്സാമിന്. ഇനി വീണ്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന് 170 ആയിരുന്നു ഔട്ട് ഓഫ് 200. അതേസമയം ഇത് രണ്ടും ഒഴികെ ഉള്ള ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും അൺറിസർവ്ഡ് കാറ്റഗറിക്ക് വന്നിട്ടുണ്ടായിരുന്നത് 153 മാർക്കായിരുന്നു കട്ട് ഓഫ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് അൺറിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസിൻ്റെ കാര്യമാണ്. ഇനി ബാക്കി റിസർവ്ഡ് കാറ്റഗറീസ് ഫോർ എക്സാമ്പിൾ SC ആൻഡ് ST, SCക്കാർക്ക് 126ഉം STക്കാർക്ക് 111ഉം ആയിരുന്നു. ആൻഡ് OBCക്ക് വന്നിട്ടുണ്ടായിരുന്നത് 146 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ റിസർവേഷൻ വരുന്ന കാറ്റഗറിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. സോ 2024 ഡേറ്റ നമ്മൾ പല പോസ്റ്റുകളിലും അതായത് അതർ പോസ്റ്റുകളും JSOവും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്ത് തന്നു. പക്ഷേ ഇനി വരുന്നതെല്ലാം നമ്മുടെ അതർ പോസ്റ്റുകളുടെ ജനറൽ കട്ട് ഓഫ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ബേസ്ഡ് ആയിട്ടാണ് നമ്മളൊരു ചാർട്ട് ഉപയോഗിച്ച് നമ്മൾ സിമുലേറ്റ് ചെയ്ത ചാർട്ട് ഉപയോഗിച്ച് നമ്മുടെ കട്ട് ഓഫ് ഈ വർഷം എന്തായിരിക്കും എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 2024 കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നേരെ 2023 പോകാം. തൊട്ട് മുമ്പത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ അവിടെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ലിസ്റ്റായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള പോസ്റ്റുകൾക്കൊക്കെ ഒരുമിച്ച് അതർ പോസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതർ പോസ്റ്റുകളാണ് കേട്ടോ. ബാക്കിയുള്ള പോസ്റ്റുകളുടെ കട്ട് ഓഫ് ആണ്. സോ 2023 ജനറൽ കാൻഡിഡേറ്റ്സിന് 150
1150 ആയിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. സോ അത് പ്രകാരം ഏകദേശം 13,133 കാൻഡിഡേറ്റ്സ് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഇവിടെ OBC കാറ്റഗറിക്ക് 145ഉം SC/STക്ക് 126ഉം 118ഉമായിരുന്നു റെസ്പെക്റ്റീവ്ലി കട്ട് ഓഫ് ആയിട്ട് 2023 വന്നിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം ഔട്ട് ഓഫ് 200 ആണ്. ഇനി വീണ്ടും 2022 അതർ പോസ്റ്റുകളിലേക്കാണ് നമ്മൾ JSO ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അതർ പോസ്റ്റുകളാണ് കേട്ടോ പറയുന്നതെല്ലാം. സോ ഇതിൽ കട്ട് ഓഫ് മാർക്സ് വളരെ വളരെ കുറവായിരുന്നു. സോ 2022 ഏകദേശം 114 മാർക്സ് ആയിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2022 പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, 2022 നമുക്ക് നമ്പർ ഓഫ് വേക്കൻസീസും വളരെയധികം കൂടുതലായിരുന്നു. 37,000 സംതിങ് ആയിരുന്നു വേക്കൻസീസ് വന്നിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കട്ട് ഓഫും വളരെ കുറവായിരുന്നു. ഇനി നെക്സ്റ്റ് ഇവിടെ ജനറൽ കാറ്റഗറിക്ക് ശേഷം OBC ആൻഡ് SC/ST 89, 77 ആൻഡ് 102 ആണ് റെസ്പെക്റ്റീവ്ലി. നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ ക്ലിയർ ആയിട്ട് കാണാം അല്ലേ. അപ്പോൾ ഇത്രയാണ് 2022 കാര്യം പറയാനുള്ളത്. ഇനി നേരെ തിരിച്ച് 2021 പോകുമ്പോൾ വീണ്ടും കട്ട് ഓഫ് ചെറുതായിട്ട് ഹൈ ആയിട്ടുണ്ടായിരുന്നു. അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 130, അതിൽ പ്രകാരം 15,904 ആൾക്കാരായിരുന്നു ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴേക്കും നോക്കിക്കേ 39,000 ആൾക്കാർ ക്വാളിഫൈ ആയി. സോ ഏകദേശം അതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ ആൾക്കാർ ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2020 ഡേറ്റയാണ്. സോ 2020 നടന്നിട്ടുണ്ടായിരുന്ന CGL എക്സാമിൽ 132 മാർക്കായിരുന്നു കട്ട് ഓഫിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ ഏകദേശം 20,000 ആൾക്കാർ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ നിന്നും ക്വാളിഫൈ ആയി. ആൻഡ് OBCക്ക് 119, SC ആൻഡ് ST 100ഉം 93 ഒക്കെ ഔട്ട് ഓഫ് 200 ആണ് മാർക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി ഇത് അനുസരിച്ച് ഈ വർഷത്തെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും വരുന്നത്, കട്ട് ഓഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡെഫിനറ്റ്ലി നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഒരുപാട് കൂടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ കട്ട് ഓഫ് താഴ്ന്നു തന്നെ വരും. സോ അത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് ദി എക്സാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സാമാണ് നോർമലൈസേഷന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ അവിടെ നമ്മുടെ കട്ട് ഓഫ് ഉയർന്നു തന്നെ നിൽക്കും. അതേസമയം എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കട്ട് ഓഫ് താഴ്ന്നു വരും. ഓക്കെ, ഇനി കാൻഡിഡേറ്റ്സിൻ്റെ പെർഫോമൻസ് അനുസരിച്ചും അതുപോലെ തന്നെ റിസർവേഷൻ ബേസ്ഡ് ആയിട്ടും കട്ട് ഓഫിൽ ചെറിയ മാറ്റങ്ങൾ വരും. ആൻഡ് ഓൾസോ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൽ വരുന്ന വ്യത്യാസവും നമ്മുടെ കട്ട് ഓഫിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പ്രകാരം ഈ വർഷത്തെ കട്ട് ഓഫ് ആയിട്ട് നമ്മളിവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ജനറൽ കാറ്റഗറിക്ക് 155ൻ്റെയും 165ൻ്റെയും ഇടയിൽ വരും എന്നുള്ളതാണ്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഔട്ട് ഓഫ് 200 165ൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മാക്സിമം, അത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും ലിമിറ്റാണ് കേട്ടോ. അപ്പം അതിലും താഴ്ന്നു പോകാൻ പറ്റത്തില്ല. 165 എങ്കിലും നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകളിൽ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ സേഫ് സ്കോറായിട്ട് 170 മാർക്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, സോ 170 മാർക്സ് ഔട്ട് ഓഫ് 200 വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളൊരു ഈ ജനറൽ കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ. ഓക്കെ, ഇനി അതേസമയം OBCയിലാണെങ്കിൽ മാക്സിമം 155 വരെയും, SC/STക്കാർക്ക് 130 ആൻഡ് 120യുമാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ നിങ്ങളെല്ലാവരും ഈ ഒരു എക്സാക്ട് നമ്പറിന് വേണ്ടിയിട്ട് എയിം ചെയ്യരുത്. അതിനേക്കാളും കുറച്ചും കൂടി ഒരു ഹയർ നമ്പറിന് വേണ്ടി എയിം ചെയ്യാം. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ എടുത്ത ഡേറ്റ എല്ലാം വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇവിടെ ഒരു ചാർട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കുക, നമ്മൾ ഇതിൻ്റെ എക്സ് ആക്സിസിൽ ഇയേഴ്സ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2024 അതിൽ 4 കാറ്റഗറീസ് UR, OBC, SC ആൻഡ് ST നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഇത് അപ്പോൾ URൻ്റെ സ്കോറ് ഇവിടേക്ക് പോയപ്പോഴേക്കും 100 OBCൻ്റെ ഇവിടെ കാണാം 146 ഉണ്ട്, 126 ഉണ്ട്, 111 ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ 2023ൻ്റെ ഡേറ്റ, 2022ൻ്റെ ഡേറ്റ ഒക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്കിത് എത്ര വിസിബിൾ ആവുന്നുണ്ടോ എന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. നമ്മൾ ഇതിലൂടെ ഒരു ട്രെൻഡ് ലൈൻ കൂടെ ഇവിടെ വിസിബിൾ ആണ്. എന്ന് വെച്ചാൽ
ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ പോകുന്നുണ്ട്. സോ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ എക്സ്പെക്റ്റേഷൻ പ്രകാരം ഇത് മുകളിലേക്കാണ് ഉയർന്നു പോകുന്നത്. സോ 2025 പോകുമ്പോഴേക്കും ഇത് വീണ്ടും ഉയർന്ന് നമ്മളിപ്പം പ്രെഡിക്റ്റ് ചെയ്ത 155 to 165 അതിൻ്റെ ഇടയിൽ വരുമെന്നാണ് നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ക്ലിയറർ ആയിട്ടുള്ള ഡേറ്റ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 4 കാറ്റഗറീസിൻ്റെയും 4 വർഷത്തെ പ്രോപ്പർ ആയിട്ടുള്ളൊരു അനലൈസിസിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. 5 വർഷത്തെ ഡേറ്റ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് അതിന് റൗണ്ട് ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ നേരത്തെ ഇപ്പം 2024 OBCൻ്റെ വാല്യൂ 146 ആയിരുന്നില്ല എക്സാക്ട്ലി, അത് 145.9 ആയിരുന്നു. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോഴേക്കും അത് വീണ്ടും നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് ഈ ഒരു ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ അപ്പോൾ CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു 170+ എന്ന ഒരു സേഫ് സ്കോർ മനസ്സിൽ വെച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. സോ SSCയുടെ മറ്റ് എക്സാംസും CGLന് ശേഷം ഇനി വരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, മറ്റ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആയിട്ടുള്ള ബാങ്ക് എക്സാംസിൻ്റെയും ഒക്കെ ഒരുപാട് എക്സാംസ് ഈ ജൂൺ മുതൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു ഫൗണ്ടേഷണൽ കോഴ്സ് നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. ഇനി അത് മാത്രമല്ല, നിങ്ങൾ ഒരു വർക്കിംഗ് പ്രൊഫഷണലോ അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫോ ആണെങ്കിൽ, നിങ്ങൾക്ക് ടൈം ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം നൈറ്റ് ബാച്ചസും എൻട്രിയിൽ അവൈലബിൾ ആണ്. ഇനി ഒരു സ്പെസിഫിക് എക്സാം ടാർഗറ്റ് ചെയ്താണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്രാഷ് കോഴ്സസും എൻട്രി ആപ്പിൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു ആസ്പിറൻ്റ് ആണെങ്കിൽ ഈ വർഷം നിങ്ങൾ ചിലപ്പോൾ അത്ര സീരിയസ് ആയിട്ടായിരിക്കില്ല പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. എങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, എക്സാം എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വർഷം ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിലും നമ്മുടെ 1 year കോഴ്സിൻ്റെ ഒപ്പം നമ്മളിപ്പോൾ നിങ്ങൾക്ക് 3 year വാലിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എക്സാം കാഷ്വൽ ആയിട്ട് എഴുതുമ്പോഴും ഇനി അടുത്ത വർഷം സീരിയസ് ആയിട്ട് എഴുതുമ്പോഴും നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ബാച്ചസിലെല്ലാം തന്നെ ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും മെൻറ്റർഷിപ്പ് സപ്പോർട്ടും എല്ലാം അവൈലബിൾ ആയിരിക്കും. സോ നമ്മുടെ ബാച്ചസ് ഒക്കെ ഉടനെ ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സസ് ജോയിൻ ചെയ്ത് ക്ലാസ്സസ് ഒക്കെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ജൂൺ മന്തിൽ നമുക്കൊരു എഡ്യു ഫെസ്റ്റും റണ്ണിങ് ആണ്. അതിൻ്റെ ഭാഗമായി എല്ലാ കോഴ്സസിലും ഒരുപാട് ഓഫേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി കോഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നിങ്ങളുടെ എങ്ങനെയാണ് എക്സാം അപ്ലൈ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ വരുന്ന ഡൗട്ട്സോ നിങ്ങളുടെ എലിജിബിലിറ്റിനെ പറ്റിയുള്ള ഡൗട്ട്സോ എന്ത് ഡൗട്ട്സ് ആണെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോമിൽ എഴുതി നിങ്ങൾക്ക് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മുടെ കോമെൻറ്റ്സിലൂടെ എഴുതി ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.